ബിഗ് ബോസ് സീസൺ 7 പ്രൊമോ ഒന്നും ഇപ്പൊ വരുന്നില്ല. ഇനി സീസൺ മാറ്റി വെച്ചോ? അതോ ഇനി അടുത്ത മാസം വല്ലതും ആണോ? ഈ മാസം ഇനി ഇല്ലേ എന്നൊന്നും ഇനി ചിന്തിക്കേണ്ട. ഇനി അത് മാത്രമല്ല, ബിഗ് ബോസ് സീസൺ 7 കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും സ്റ്റിൽ നൗ ടുഡേ നമ്മൾ രേണുസുതിനെ കുറിച്ച് പറയുന്ന കുറെ വീഡിയോസുകൾ വീണ്ടും കാണുന്നുണ്ട്. പക്ഷേ രേണുസുതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കൺഫേം ചെയ്യാത്ത കണക്കാണ്. ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെ പ്രഡിക്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിലായിക്കോട്ടെ, മാതൃഭൂമിയിലൊക്കെ ആയിക്കോട്ടെ, അങ്ങനെ ന്യൂസ് റിപ്പോർട്ട്സിലൊക്കെ പോലും ഈ പ്രഡിക്ഷൻസിന്റെ കാര്യം കൊടുക്കുന്ന സമയത്ത് രേണുസുതിയുടെ പേര് സ്റ്റിൽ നൗ പറയുന്നുണ്ട്. അപ്പോൾ വരുമോ വരത്തില്ല എന്നൊക്കെ ഉള്ളത് നമുക്കത് വിട്ടുകൊടുത്തേക്കാം. കാരണം ഈ പറയുന്ന എല്ലാ സീസണിലും ഇതേ കണക്കൊരു കോൺട്രോവേഴ്സീസ് ഉണ്ട്. അപ്പൊ ഇത്തവണ ഏറ്റവും കൂടുതൽ പറയുന്ന പേര് രേണുസുതിയാണ്. രേണുസുതി വന്നാലും വന്നില്ലെങ്കിലും നമുക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന് നിങ്ങൾ എല്ലാവരും ഈ കമന്റ് ഇടുന്നവർ ചിന്തിക്കുക. കാരണം ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ഇനി രേണുസുതിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. കാരണം അതുമാതിരിയാണ് എല്ലാവരും ഭയങ്കര പ്രൊവോക്ക് ആവുകയാണ്. എന്നുവെച്ചാൽ അവർക്ക് എന്തോ സംഭവിക്കുന്ന കണക്കാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. കോമണേഴ്സിന്റെ എൻട്രി, അതായത് കോമണേഴ്സിനെ സെലക്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി പ്രതീക്ഷിക്കണോ? ഇനി പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ എല്ലാവരും സത്യം പറഞ്ഞാൽ ബാഗ് ഒക്കെ പാക്ക് ചെയ്യുന്ന ഒരു ടൈമിലാണ്. അതിന്റെ ഒരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കോമണേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഈ സീസണിന് ഒരു വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് കോമണേഴ്സ് എൻട്രി അല്ല, കോമണേഴ്സ് എൻട്രി കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു. ഈ സീസണിൽ പബ്ലിക് ആയിട്ട് ഒരു ഓഡീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും കോമണർ ആയിട്ട് അപ്ലൈ ചെയ്ത് അതിന്റെ ആ ഒരു എൻട്രി കൊടുത്ത് ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആകാൻ സാധിക്കും. അപ്പോൾ കേരളത്തിൽ, അതായത് മലയാളം പറയുന്ന ആർക്കും ബിഗ് ബോസിലേക്ക് വരാനുള്ള ഒരു എന്താ പറയാ, ഭയങ്കര സുതാര്യമായിട്ടുള്ള ഒരു അവസരമാണ്. പക്ഷേ എന്നിട്ട് പോലും ഞാൻ കരുതി ഒരു ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് പേര് വന്നിട്ട് കോമണറിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോസ് എങ്കിലും ഇൻസ്റ്റഗ്രാമിലെങ്കിലും കാണാൻ സാധിക്കും എന്ന് കരുതി. എന്നാൽ ഉണ്ടായിട്ടില്ല. കാരണം അത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടാണ് ബിഗ് ബോസ് കൊണ്ടുപോകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത്രയധികം എൻട്രീസ് സെലക്ട് ചെയ്ത സ്ഥിതിക്ക് 3 പേരെയും 4 പേരെയും കോമണർ ആയിട്ട് എടുക്കും എന്നാണോ നിങ്ങളും വിചാരിക്കുന്നത്? എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ കോമണറിനെ എടുത്തിട്ടുണ്ട്. അത് വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ അത് അപ്ലൈ ചെയ്യാനുള്ള റൂൾസും കാര്യങ്ങളും എല്ലാം, അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വീഡിയോ ഉണ്ട്. അത് പക്ഷെ ഡയറക്ട്ലി ആണ്. അതായത് ഇങ്ങനെ മൈജിയിൽ പോയി വീഡിയോ എടുത്ത് ആർക്കും അയക്കാം എന്നുള്ളൊരു അങ്ങനെ ഒരു അവസരം ഇല്ലായിരുന്നു. പക്ഷെ ഈ സീസണിൽ ഇത്രയധികം എൻട്രീസ് വരുമ്പോൾ ജസ്റ്റ് ഒരു 2-3 പേരെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ വീണ്ടും കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ നിലനിൽക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 കോമണേഴ്സ് വേഴ്സസ് സെലിബ്രിറ്റീസ് ആണ്. അത് ഓൾറെഡി തമിഴ് ബിഗ് ബോസിലും ഹിന്ദിയിലും ഒക്കെ നമ്മൾ പല പഴയ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട വ്യക്തി എന്നാണ് സെലിബ്രിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? നമുക്ക് വേണമെങ്കിലും നാളെ ഒരു ദിവസം സെലിബ്രിറ്റി ആകാം. എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചാലും ഇന്ന് സെലിബ്രിറ്റിയാണ്. കോമണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും സെലിബ്രിറ്റിയും തമ്മിൽ ഒരു തിൻ ലെയർ ആണ്. ഇപ്പൊ ആർക്കും സെലിബ്രിറ്റി ആകാൻ സാധിക്കും. അതായത് സെലിബ്രിറ്റി സ്റ്റൈല് പറയാറുണ്ട്, സെലിബ്രിറ്റി ഡ്രസ്സസ് പറയാറുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ റിമി ടോമി ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് വ്ളോഗ് ഒക്കെ ഇടുമ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഡേ ടു ഡേ ലൈഫും അതുപോലെ ജിമ്മിന് പോകുന്ന കാര്യങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്കും ഒരു സെലിബ്രിറ്റി എങ്ങനെയാണ് ലൈഫ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലൊന്നും അല്ലാതെയും ഇന്ന് ഒരുപാട് പേര് സെലിബ്രിറ്റീസ് ആകുന്നുണ്ട്. ഒരു കഴിവുണ്ടാകണം എന്ന് കരുതിയിട്ട് സെലിബ്രിറ്റി ആകണം എന്നില്ല, പക്ഷെ ഒരു തന്റേടം വേണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു തന്റേടമാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ രേണുസുതിയുടെ കാര്യം, എനിക്ക് എക്സാമ്പിൾ പറയാൻ രേണുസുതി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ അധികം സോഷ്യൽ മീഡിയ വൈറൽ ക്യാരക്ടേഴ്സിനെ ഒന്നും നോക്കാറില്ല. ഇപ്പം ലാസ്റ്റ്ലി ഷാരിക ഹോട്ട് സീറ്റിൽ ഒരുപാട് സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആകുന്ന എല്ലാവരെയും കൊണ്ടുവന്നിട്ട് അവർക്കുണ്ടാകുന്ന നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അവർക്കുണ്ടാകുന്ന നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ വീടിന്റെ അടുത്ത് ഒരാണും ഒരു പെണ്ണും ഒന്നിച്ച് നടന്നു പോയാൽ നമ്മുടെയൊക്കെ വീടിന്റെ അടുത്ത് ഓരോ ആൾക്കാർ വന്നിട്ട് അത് അവിടുത്തെ പെങ്കൊച്ചല്ലേ, അവളെന്തിനാ ഇവന്റെ കൂടെ നടക്കുന്നേ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ ഇപ്പൊ വരുന്നത് സോഷ്യൽ മീഡിയ കമന്റ് ബോക്സിലാണ്. ആ കമന്റ് ബോക്സിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് ഷാരിക ചോദിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നോർമലായിട്ട് ചോദ്യം കേൾക്കുന്ന പലർക്കും അത് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ആ ചോദ്യം ഈ പറഞ്ഞ് ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണം എന്നില്ല. അവരപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വരാം. അപ്പോൾ ഇത്തരത്തിൽ കുറെ അധികം ആൾക്കാർ സെലിബ്രിറ്റീസ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. നമ്മൾ ബിഗ് ബോസിന്റെ കേസിൽ വരികയാണെങ്കിൽ ഇത്തരത്തിൽ സെലിബ്രിറ്റീസ് കുറെ പേരുണ്ട്.
പേരുണ്ട്. അവരും അങ്ങേയറ്റം സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും ഒരു അറിവുമില്ലാത്ത കുറെ അധികം കോമണേഴ്സിന് ഈ പറയുന്ന ബിഗ് ബോസിൽ വരുന്ന മറ്റ് സെലിബ്രിറ്റീസും തമ്മിലുണ്ടാകുന്ന ഒരു ഫൈറ്റ് ആയിരിക്കും ഈ സീസൺ. സോ ഐ തിങ്ക് നെക്സ്റ്റ് പ്രൊമോ, ഇതുവരെ ഒരു പ്രൊമോയും വരാത്തതിന്റെ ഒരു വിഷമമുണ്ട്. അപ്പൊ നെക്സ്റ്റ് പ്രൊമോ എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു കോമണറിനെ കാണിച്ചുകൊണ്ടാണെങ്കിലോ, അപ്പോ നമ്മളിൽ ഒരാൾ എന്ന് പറയാം, അങ്ങനെ ഒരു കോമണറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോ ആയിരിക്കാം നെക്സ്റ്റ് വരാൻ പോകുന്നത്. സാധ്യതയുണ്ട്. അതല്ലാതെ തന്നെ കുറെ അധികം പ്രൊമോസ് ലാലേട്ടന്റെ കുറെ അധികം ഔട്ട്ലുക്കിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കാണാൻ വെയിറ്റ് ചെയ്യാം. ഏതായാലും ഒരു ബിഗ് ബോസ് സീസൺ 7 ഇതിനു മുമ്പുള്ള സീസണിൽ നിന്ന് കുറെ അധികം വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അതിൽ വ്യത്യാസങ്ങളിൽ പറയുന്നത് ആ ഒരു പ്രൊമോയിൽ പറയുന്ന രീതിയിൽ തന്നെ, അതായത് സേഫ് ഗാർഡ്, വിക്ടിം ഗാർഡ്, നന്മ മരം, ഈ ലവ് ട്രാക്ക് ഇതൊന്നും എടുക്കരുത് എന്ന് ഒരു പ്രൊമോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സീസൺ ലാലേട്ടൻ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷെ ലാലേട്ടൻ സ്വന്തമായിട്ടുള്ള മാറ്റമൊന്നും കൊണ്ടുവരില്ല. കാരണം നമുക്കറിയാം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ മെറ്റീരിയൽ അല്ല. പകരം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തി മാത്രമാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ സെലിബ്രിറ്റി വേഴ്സസ് കോമണർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള കമന്റ്സ് എന്തായാലും പറയുക. കാരണം നമ്മളിത് കരുതിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചു. നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഒരു പരിപാടി തന്നെയാണ്, ഒരു പ്രോഗ്രാമാണ്. അപ്പം ഈ ഒരു സമയം അടുക്കും തോറും ഈ കോമണർ ആയിട്ടുള്ളവർ പോലും PR വർക്കിനൊന്നും പോവരുത്. കാരണം ചുമ്മാ കാശ് കളയലാണ്. ഇതിനകത്ത് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളിനി എത്ര PR കൊടുത്ത്, നിങ്ങളിനി എത്ര പ്ലാൻ ചെയ്താൽ പോലും ഇതിനകത്ത് വരുമ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുറച്ച് ഐസൊലേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഫോൺ അതൊരു വല്ലാത്തൊരു ഹാബിറ്റ് ആണല്ലോ. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്ത ഹാബിറ്റാണ്. പുറം ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ ന്യൂസ് ചാനൽ വഴി അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയുന്നത്. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ കോമണറായിട്ട് നിങ്ങൾ കുറച്ചു പേരെങ്കിലും ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കണക്കായിരിക്കത്തില്ല നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നത്. പിന്നെ സെലിബ്രിറ്റീസ് ആണ് എന്ന് കരുതിയിട്ട് അവരുടെ അടുത്തൊന്നും കുറച്ചധികം റെസ്പെക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് സിനിമ കിട്ടും, ഇവരെ ഒന്ന് സോപ്പിട്ട് നിൽക്കാം എന്നൊന്നും കരുതരുത്. അതൊന്നും അല്ലാത്ത തരത്തിൽ നിങ്ങൾ നിൽക്കുക. അപ്പോൾ നിങ്ങൾ സെലിബ്രിറ്റീസ് വേഴ്സസ് അതുപോലെ കോമണേഴ്സ് അക്കാര്യത്തെ കുറിച്ച് എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും TV സീരിയൽ വിശേഷങ്ങൾക്കും ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂസിനും വൈറൽ കോണ്ടന്റിനുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.